ഇതിനൊരു രക്ഷയില്ല ബ്രോ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ മീൻസ് ഈ സിനിമ മീൻസ് മലയാളത്തിൻ്റെ ബെഞ്ച് മാർക്കാണ്, മലയാളത്തിൻ്റെ ബെഞ്ച് മാർക്ക് തന്നെയാണ്, അതിലൊക്കെ ഒരു സംശയം പറയാനില്ല. കാരണം ഈ സിനിമ നമ്മുടെ എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം, മ്യൂസിക് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, അഭിനയം പിന്നെ പറയണ്ട. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി പുള്ളിയുടെ ബോഡി വരുത്തിയ മാറ്റങ്ങൾ നമ്മളെല്ലാവരും പറഞ്ഞു, ഇൻ്റർവ്യൂ വരെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ സിനിമയിൽ അത് കാണുമ്പം ഒരു രക്ഷയില്ല. കാരണം ഈ സംഭവം അതുമാത്രമല്ല, ഇത് പറഞ്ഞ പോലെ വേറൊരാൾ ഒരാളുടെ ജീവിതമായി കണ്ടത്. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ, അത് ലാസ്റ്റ് എഴുതി കാണിക്കുന്ന ഒരു കോട്ടുണ്ടല്ലോ, നമുക്ക് അനുഭവിക്കാത്ത കാര്യങ്ങൾ വെറും കട്ടുകഥയായിരിക്കും. ഇത് കാണണം, സീരിയസ് ആയിട്ട് കാണണം. കാരണം നമ്മളെ കുടുംബത്തിൽ എല്ലാവരും മിക്ക ആൾക്കാരും കാണും. ഇവിടെ കേരളത്തിൽ തന്നെ കുറേ ആൾക്കാർ പ്രവാസ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഈ പടം കണ്ട ഒരു കരഞ്ഞു പോവും സീരിയസ് ആയിട്ട്. അതുമല്ല എ.ആർ. റഹ്മാൻ്റെ ഒരു തിരിച്ചുവരവ്, വല്ലാത്തൊരു തിരിച്ചുവരവാണ് ഈ പടത്തിൽ കാണുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ 2-3 പടത്തിൽ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ട്രാക്കൊന്നും വലിയ സുഖമൊന്നുമില്ല. പക്ഷേ ഈ പടത്തിൽ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമുണ്ട് ബ്രോ. നമുക്ക് ചില സീൻ നമ്മൾ പറയാൻ നമ്മൾ രോമാഞ്ചം വരും. മീൻസ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വാ അടുത്ത സിനിമ പെട്ടെന്ന് ആവട്ടെ. ആ ഒരു രക്ഷയില്ല, മസ്റ്റ് തിയേറ്ററിൽ പോയി കാണണം, എല്ലാവരും കാണണം, എല്ലാവരും. സൂപ്പർ പടം ബ്രോ, ഒരു രക്ഷയില്ല. പറയാന്ന് വെച്ചാൽ നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. രാജുവേട്ടൻ്റെ ഭയങ്കരമായ ആക്ടിങ്, ഭയങ്കരമെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാം. രാജുവേട്ടൻ ഇത് ഒരുപാട് അവാർഡുകൾ വരാൻ പോകുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ ബ്ലസ്സി എടുത്തേക്കുന്ന ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. വളരെ ഓരോ സ്ക്രീനും അത്രയും മൈന്യൂട്ടായിട്ട് അതിലുണ്ട്, ഓരോന്നിനും ഓരോ ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. അത്ര മനോഹരമായൊരു ചിത്രം, എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണണം. ജിമ്മി ജീൻ്റെ ആക്ടിങ് ആയാലും, അതുപോലെ നമ്മൾ ഗോകുൽ എന്നൊരു പയ്യൻ്റെ ആക്ടിങ് ഭയങ്കര മനോഹരമാണ്. അതിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവൻ ആക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാരണം അവരുടെ ട്രാൻസ്ഫോർമേഷൻ, പൃഥ്വിരാജും അതുപോലെ തന്നെ ഗോകുലും എടുത്തേക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും വെയിറ്റ് ലോസ് ചെയ്ത് ആ ഡെഡിക്കേഷൻ, എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു എഫേർട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വെച്ചിട്ട് ഭയങ്കരമായൊരു എഫേർട്ടാണ്. തമിഴിൽ ഇപ്പോൾ സൂര്യയോ അതുപോലെ തന്നെ രൺദീപ് ഹൂഡയോ അങ്ങനെയുള്ളവരൊക്കെ എടുക്കുന്നത് പോലത്തെ ഒരു എഫേർട്ട് പൃഥ്വിരാജ് എടുത്തു. കാരണം ചില സീൻസിൽ കാണണം പൃഥ്വിരാജ് എത്രത്തോളം കുറച്ചു എന്നുള്ള, 30 കിലോ കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്സ് വരെയൊക്കെ കണ്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയൊരു എഫേർട്ടെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഭയങ്കരമായ ആക്ടിങ്, രാജുവേട്ടൻ്റെ ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്, ഭയങ്കരമായ എഫേർട്ട്, ഒരു സൂപ്പർ മൂവി. എന്തായാലും വന്ന് കാണണം. പിന്നെ ഒരു ഭയങ്കര ചിരിക്കാനും ഇതൊന്നും അല്ല, ഒരുപാട് ട്രാജിക്കായിട്ടുള്ള ഇതുണ്ട്, ഇമോഷണലാണ്. പക്ഷേ മസ്റ്റായി കാണണം. നോവൽ വായിച്ച ഒരു ഫീല് തന്നെ കിട്ടി. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഞാനൊരു 7 വർഷം മുന്നെയാണ് വായിച്ചത്. അപ്പോൾ ആ ഒരു സെയിം ഫീല് തന്നെയാണ്. അപ്പോൾ രണ്ടും ഡിഫറൻസ് കാണുമല്ലോ. അപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോഴും മൂവി കാണുമ്പോഴുള്ള ഡിഫറൻസ് ഉണ്ട്. എന്നാലും പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. ചേട്ടാ കിടിലം പടം. ഞാൻ ബുക്ക് വായിച്ചുകൊണ്ട് പറയാനില്ല, സിനിമ കാണുമ്പോൾ അത് വേറൊരു ഫീലാണ്. ബുക്ക് നേരത്തെ വായിച്ച ആളാണ്, കുറേ ഉണ്ട്, പക്ഷെ എല്ലാം ഇല്ല. എന്നാലും ബ്ലസ്സിയുടെ തന്നെയുള്ള ആ ഒരു രീതിയിൽ എടുത്തേക്കുന്നത്. പക്ഷേ പൃഥ്വിരാജിനാണ് പറയേണ്ടത്. അത്യാവശ്യം നല്ല സീൻസ് ഉണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്. എ.ആർ. റഹ്മാൻ, ഇതൊക്കെ എന്താ പറയുക, അത് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ലാഗൊന്നും അങ്ങനെ തോന്നത്തില്ല. കാരണം ഒരു ബുക്ക് വായിച്ച പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കത് കണ്ടിരുന്നു പോകും, ഒട്ടും ബോറടിക്കത്തില്ല. എല്ലാവരും കാണാം, കിട്ടില്ല. സൂപ്പർ, നല്ല ഡെഡിക്കേഷൻ, സൂപ്പർ ഡെഡിക്കേഷൻ, അടിപൊളി. നമ്മൾ സ്റ്റോറി വായിക്കുന്നതിൻ്റെ ആ വിഷ്വൽ നമുക്കിത് കാണാൻ കഴിയും. അടിപൊളി മ്യൂസിക് എല്ലാം. പൃഥ്വിരാജ് ഒന്നും പറയാനില്ല, സൂപ്പർ, മനോഹരം. തീർച്ചയായിട്ടും അവാർഡുകൾ വാരി കൂട്ടണമല്ലോ, തീർച്ചയായിട്ടും. സൂപ്പർ, കിടിലം പടം. രാജുവേട്ടൻ ഇത്ര ഡെഡിക്കേഷൻ കൊടുക്കണം. നല്ല മേക്കിങ്ങും നല്ല ഹാർഡ് വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. ബ്ലസ്സി സാറിൻ്റെ മേക്കിങ്ങൊക്കെ അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. കിടിലം, ഒരു രക്ഷയില്ല, കിടിലം. അയ്യോ, അസാധ്യമായ പെർഫോമൻസ് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഓവർ ദ ഇയേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ വരുന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു നടനെന്ന രീതിയിൽ അദ്ദേഹത്തിൽ വരുന്ന ഒരു മെച്യൂരിറ്റി, ഇത് കണ്ടിട്ട്, കാരണം നമ്മൾ തുടക്കകാലത്ത് അറിയാം അദ്ദേഹം വന്നു, പിന്നെ ട്രോളുകളായി, രാജപ്പൻ എന്ന ട്രോളായി, അത് ട്രെൻഡിങ് ആയി, അതിനുശേഷം രാജുവേട്ടനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനായി. ഇതിപ്പോൾ രാജുവേട്ടൻ എന്നൊരു ട്രാൻസ്ഫോർമേഷനും കടന്ന് ഒരു മികച്ച നടൻ എന്ന്. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചില പെർഫോമൻസുകൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ പല വിമർശനങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ഒരു ഇതും
എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം വളരെ മികച്ച പെർഫോമൻസ്. ഇത് ഓൾ ഇൻ ഓൾ പൃഥ്വിരാജിനെ ആ ഒരു കഥാപാത്രം ആ കഥാപാത്രം അനുഭവിച്ച ഭീകരത അത് നമ്മളിൽ എത്തിക്കാൻ ഒരു 100% എൻ്റെ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും തീർച്ചയായിട്ടും ഇത് അവാർഡുകൾ വാരിക്കൂട്ടണം. അതായത് കൈകടത്തലുകളൊന്നും നടന്നിട്ടില്ലെങ്കിൽ അവാർഡ് വാരിക്കൂട്ടണം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം മാനസികമായിട്ട് നമ്മളത് കണക്റ്റ് ആവും എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഭയങ്കര വിയേർഡായിട്ട് തോന്നിയേക്കാം. ഈ കാണുന്ന എൻ്റെ ഒരു ഷർട്ട്, ഈ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു സംഭവം ആ സിനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇത് ഞാൻ എന്നുള്ളൊരു തോന്നുന്നത്. കാരണം ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ ഈ ഒരു ഷർട്ടും ഇതൊക്കെ പറയുന്നത്. കാരണം അതിൻ്റേതായ ഒരു പ്രസക്തി ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ മാനസികമായിട്ട് ഇന്ന് ഈ ഒരു ഷർട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പറയാനാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ പറയാനുണ്ടാവും. ബ്ലസ്സി സാർ ചെയ്ത ഒരു പുള്ളി ഇതിന് വേണ്ടി നിന്ന 16 വർഷത്തെ പുള്ളിയുടെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, പുള്ളി ഒരു ഷോട്ടിന് 7 ദിവസം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ എല്ലാം സിനിമ കാണുന്നുണ്ട്. ഒരു സീൻ ഉൾപ്പെടെ, അതായത് നമുക്ക് 2 മണിക്കൂർ 52 മിനിറ്റുള്ള സിനിമയാണിത്. ആ സിനിമ 2 മണിക്കൂർ 52 മിനിറ്റുള്ള സിനിമയിൽ നമുക്കൊരിക്കലും ഒരു എന്താ പറയുക, ഇത് എന്തിനാണ് ഇങ്ങനൊരു സീൻ, ഈ 52 മിനിറ്റ്, അതായത് 2 മണിക്കൂർ 52 മിനിറ്റ് ലെങ്തിന് നമുക്ക് ഒരിക്കലും അതൊരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് തോന്നിയിട്ടില്ല. അത്രയ്ക്ക് ബ്രില്യൻ, ഒന്നും പറയല്ല. പുള്ളിയും നന്നായിട്ടുണ്ട് പുള്ളിക്ക്. പക്ഷേ മീൻസ് ഇത് ഫസ്റ്റ് തന്നെ ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആവുന്നൊരു സംഭവം. അപ്പോഴേക്കും പുള്ളിക്ക് സ്ക്രീൻ പ്രസൻസ് കുറച്ച് കുറവാണ്. പ്രസൻസ് അല്ല, സ്ക്രീൻ ടൈം കുറവാണ്. സർവൈവൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല ബ്രോ. മീൻസ് അത് സിനിമയുടെ ഒരു കഥ പോകുന്ന അങ്ങനെയല്ല. മീൻസ് അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഒരു രക്ഷയല്ല. മീൻസ് എല്ലാവരും കാണണം, എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയാണ് ഉറപ്പായിട്ടും. തിയേറ്റർ മസ്റ്റ് വാച്ചാണ് കൺഫേം. ആടുജീവിതം ഇസ് എ ബയോപിക്, നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം ഒരാൾ ജീവിച്ച് തീർത്ത കഥയാണ്. അത് അത്ര മനോഹരമായിട്ട് പുള്ളിക്കാരൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്ലസ്സി, ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. പുള്ളിക്കാരൻ എത്രമാത്രം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രമാത്രം പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എ ആർ റഹ്മാൻ, പുള്ളിക്കാരൻ്റെ കരിയറിൽ തന്നെ അടിപൊളി ഒരു മ്യൂസിക് ഷോ ഓഫ് തന്നെ ഈ പടത്തിൽ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇൻഡർസ്റ്റെല്ലാർ എടുത്തേണ്ട ഹാൻസ് സിമറിൻ്റെ മ്യൂസിക് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് പറയാം മലയാളത്തിൽ ഗോഡ് ലൈഫിൻ്റെ മ്യൂസിക് എന്നൊക്കെ എടുത്ത് പറയാം. പിന്നെ പൃഥ്വിരാജ് സുകുമാർ നമ്മൾ പറയുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പടത്തിൻ്റെ ഔട്ടി കാണാൻ സാധിക്കും. ഇൻ്റർനാഷണൽ സ്റ്റെഫ് വേറെ ഒന്നും പറയാനില്ല, ഒറ്റ വാക്കി പറഞ്ഞ് ഇൻ്റർനാഷണൽ സ്റ്റെഫ് എവിടെ എടുത്ത് പ്രദർശിപ്പിച്ചാലും അതിനനുസരിച്ചുള്ള അതിന് ക്ലാപ്പടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാൻ അവാർഡ് വാരി കൂട്ടും കൺഫേം. എൻ്റെ മനസ്സിൽ പ്രതീക്ഷ ഓസ്കാർ തന്നെയാണ്. കാരണം അത്രമാത്രം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് ഇതിൽ, ഇത്ര തന്നെ പറയാനുള്ളൂ. ഓസ്കാർ ലെവൽ ഐറ്റം തന്നെയാണ്. കാരണം ഇതിൻ്റെ ആ ഔട്ട് കാണുന്ന ഒരു സാധാരണ ഓഡിയൻസിന് നമുക്ക് പറയാം 100-101% പറയാം. ആ തിയേറ്ററിൽ ഇരുന്ന ഒട്ടുമിക്ക പേരും പടം കണ്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം ബ്ലസ്സിയും പൃഥ്വിരാജും തന്നെയാണ്. പിന്നെ പറഞ്ഞ ഗോകുൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഔട്ട് നമ്മൾ മറന്നുപോയില്ല. കാരണം പുള്ളിക്കാരൻ ഈ പടത്തിൽ അതുമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് ഈ ടീമിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.